ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ്. കാണുമ്പോൾ കോൺ ഐസ്ക്രീമിൻ്റെ ലുക്കും, എന്നാൽ കഴിക്കുമ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കനൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. പുതുമയാർന്ന റെസിപ്പീസ് ഉണ്ടാക്കി നോക്കാനും കഴിക്കാനും ഇഷ്ടമുള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടണേ. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ട് ചിക്കനൊക്കെ വെച്ചിട്ടുള്ളൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തേ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അധികം നൈസായിട്ടൊന്നും കട്ട് ചെയ്യണ്ട. എന്നിട്ട് അതിലേക്ക് 1/4 സ്പൂൺ ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള പീസ് മാറ്റി വെച്ചതാണ്. ഇനി ഇത് കൈ വെച്ചുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുക്കുന്നുണ്ട്. നോർമലി നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. പച്ചമുളക് പേസ്റ്റ് ആക്കുന്നതിന് പകരം ഈ സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മറ്റേ മുളക് പൊടി എടുക്കാം കേട്ടോ. പിന്നെ അത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫില്ലിങ്സ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മസാല പൗഡറിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ. പിന്നെ ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫില്ലിങ്സ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പണിയൊക്കെ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കോൺ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ആ കോണിൻ്റെ പുറത്ത് ബ്രെഡ് ക്രംസ് ഒന്ന് ചെറുതായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു മുട്ട ഇവിടെ പൊട്ടിച്ചൊഴിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കോണിൻ്റെ പുറത്ത് ഈ മുട്ടയുടെ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താലാണ് നമുക്ക് നല്ല പോലെ ഫോൾഡ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സൈസുള്ള ബ്രെഡ് എടുക്കാൻ കേട്ടോ നല്ലത്. എന്നാലാണ് നമുക്ക് നല്ല വൃത്തിക്കുള്ള കോൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സൈഡൊക്കെ വെച്ചിട്ട് ബ്രെഡ് ക്രംസും റെഡിയാക്കി എടുക്കുക. ബ്രെഡിൻ്റെ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സൈഡ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഫ്രൈ പാനിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡിയാവും. എന്നിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ള ബ്രെഡൊക്കെ ആ ബ്രെഡ് ക്രംസിൻ്റെ ഒരു സൈഡിലേക്ക് തന്നെ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അതായത് ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് നല്ല ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഓക്കെ, ഞാൻ അങ്ങനെ ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഏതെങ്കിലും ഒരു കോർണർ പിടിച്ചിട്ട് ഇതാ കോണിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതാ കോണിൻ്റെ 2 സൈഡും ജോയിൻ ചെയ്യുന്ന ഭാഗം ഒന്ന് വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അഥവാ പ്രസ് ആവുന്നില്ലെങ്കിൽ ഇതാ ഈ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് വെള്ളം, നോർമൽ വാട്ടർ കേട്ടോ, നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം എടുത്തിട്ട് ഒന്ന് ഉറ്റിച്ച് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ ജോയിൻ ആയിക്കൊള്ളും. പിന്നെ അതുപോലെ തന്നെ അത് അടിഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതാ നമ്മൾ ബ്രെഡ് കോണിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡും ഇങ്ങനെ കോണാക്കി എടുക്കുന്നുണ്ട്. എല്ലാം റെഡിയാക്കി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കോണിലേക്ക് നേരെ ഫില്ലിങ് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നേരെ ഫില്ലിങ് വെച്ച് കൊടുക്കല്ല കേട്ടോ ചെയ്യുന്നത്. ഈ കോണിൻ്റെ പുറത്ത് ബ്രെഡ് ക്രംസും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ എല്ലാ കോണുകളും കൂടി ഒരുമിച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാതും കൂടി ഒരുമിച്ച് റെഡിയാക്കിയതിന് ശേഷം ഫില്ലിങ് ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്. പിന്നെ ഇത് ചില കോണുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഹോളൊക്കെ ഉണ്ട്. അതൊന്നും പ്രശ്നമില്ല. എന്തായാലും നമ്മൾ കോട്ടിങ് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കവറായിക്കോളും. അപ്പോൾ ഇതാ നമ്മൾ കട്ട്ലറ്റോ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഈ കോണിൻ്റെ പുറത്ത് ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ മുട്ടയുടെ മിക്സ് ഒന്ന് ഇതിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു സൈഡ് നമ്മുടെ കയ്യിൽ വെച്ച് മുട്ടയുടെ മിക്സ് തേച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ബ്രെഡ് ക്രംസിലിട്ടിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. എന്നാൽ നമ്മുടെ കയ്യിലൊന്നും ആവില്ല കേട്ടോ. എന്നിട്ട് അത് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ കോണുമ്മൽ അത് കോട്ടായിക്കോളും. ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ചെയ്തെടുത്താലാണ് കേട്ടോ നമ്മുടെ ഈ സ്നാക്കിന് നല്ലൊരു പുറംഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇനി ഇങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് കൊടുക്കാതെ മുട്ടയുടെ മിക്സ് മാത്രം ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയും മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ എല്ലാ കോണും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഓയിലിട്ടിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചുറ്റുഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. നമ്മൾ കൂടുതൽ ഓയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഫ്രൈ ആയി പോവും. ജസ്റ്റ് പുറംഭാഗം നമ്മൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ പുറംഭാഗം ഉണ്ടല്ലോ, അത് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് എല്ലാ ഭാഗത്തും ഇത് കോട്ടിങ് പിടിക്കുള്ളൂ. പിന്നെ ഇത് ബ്രെഡാണല്ലോ, കുക്കാവാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കോണുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ കുറച്ചുകൂടി ഉണ്ടല്ലോ, ഒരു ബാച്ച് കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോൺസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കോണൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒന്നൊന്ന് പ്രസ്സായി കിടക്കുന്നുണ്ടാവും കേട്ടോ. ഉള്ളിൽ ഹോൾസ് കുറവുള്ള പോലെ തോന്നും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് റെഡി ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഇതിലേക്ക് മയോനൈസാണ് കേട്ടോ തേച്ചെടുക്കുന്നത്. കോണിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് മയോനൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഫില്ലിങ്സ് വെക്കാൻ. എന്നാലാണ് അടിഭാഗത്തേക്കൊക്കെ ഫില്ലിങ്സ് പോവുള്ളൂ. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കഴിയുന്ന പരമാവധി ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഫില്ലിങ്സ് ഉണ്ടായാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിൻ്റെ മുകളിൽ ഇതാ ജസ്റ്റ് മയോനൈസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കൂടി ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ സ്നാക്കിന് ഒരു ഐസ്ക്രീമിൻ്റെ ലുക്ക് വരിക. അത് മാത്രമല്ല മയോനൈസ് കൂടി മിക്സിൻ്റെ കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതാ അതിൻ്റെ മുകളിൽ വെറുതെ ചിക്കൻ്റെ 2 ചെറിയ പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ കോൺ ഷേപ്പിലുള്ള, അതായത് കോൺ ഐസ്ക്രീമിൻ്റെ ഷേപ്പിലുള്ള നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഞാൻ ഓരോ കോണിൻ്റെ ഉള്ളിലും ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ്. ഫുള്ള് സ്നാക്കും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കാണാനും നല്ല മുഞ്ചുണ്ട് കേട്ടോ. നമ്മുടെ കാണുമ്പോൾ ഇതാ ശരിക്കൊരു കോൺ ഐസ്ക്രീമിൻ്റെ ലുക്ക് തോന്നും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ കോൺ ഐസ്ക്രീം. പിന്നെ ഇതാ മയോനൈസ് കോട്ട് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് എടുക്കാതിരുന്നാൽ മതി. കുറച്ച് മാത്രം അതിൻ്റെ മുകളിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണിത്. നമുക്കെപ്പോഴും പുതുമയോടാണല്ലോ താല്പര്യം. അങ്ങനെ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്തറിയിക്കണേ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. കിടിലൻ വെറൈറ്റി റെസിപ്പീസുമായിട്ട് നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.